മറ്റൊരു ജോബ് റിലേറ്റഡ് വേക്കൻസി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഫസ്റ്റ് ലിബറൽ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള വിജയഭൂമി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടീച്ചിങ് അതേപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാഷനേറ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റേഴ്സിനെയാണ് അവർ നോക്കുന്നത്. ആദ്യം നമുക്ക് ടീച്ചിങ് വേക്കൻസിയിലോട്ട് പോവാം. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയും അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെയും അതേപോലെ തന്നെ പ്രൊഫസേഴ്സിന്റെയും വേക്കൻസി ഉണ്ട്. അവിടെ സ്പെഷ്യലൈസേഷൻ പറയുന്നത് ഡാറ്റ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡെവോപ്സ്, അതേപോലെ കമ്പ്യൂട്ടർ വിഷൻ, ജനറേറ്റീവ് ആൻഡ് ഏജന്റിക് AI എന്നീ സ്പെഷ്യലൈസേഷനിലുള്ള സ്ട്രോങ് റിസർച്ച് റെക്കോർഡുള്ള അക്കാദമിക് എക്സലൻസ് ഉള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയും അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെയാണ് അവർക്ക് ആവശ്യം. എലിജിബിലിറ്റി അവർ പറയുന്നത് ആസ് പെർ UGC നോംസ് PhD അല്ലെങ്കിൽ നെറ്റോ ക്വാളിഫൈഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ 3 to 8 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ത്രൂ അവരുടെ ഇമെയിൽ വഴിയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് HR@vijayabhoomi.edu.in. അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ വേക്കൻസിയിലോട്ട് പോവാം. ഒരു വേക്കൻസി വരുന്നത് സ്കൂൾ മാനേജറായിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. PGDM അല്ലെങ്കിൽ MBA ഉള്ളവർക്കാണ് മുൻഗണന. അതിൽ തന്നെ 2 to 3 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ സ്കില്ലാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. MS ഓഫീസ്, Canva, ERP സോഫ്റ്റ്വെയർസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഒരു വേക്കൻസി വരുന്നത് ഇലക്ട്രോണിക്സ് ലാബ് ഇൻചാർജ് ആണ്. അതിൽ ഡിപ്ലോമ, BE, BTech ഉണ്ടായിരിക്കണം. ആ ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. വിത്ത് 3 to 5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അവിടെ വേണ്ട സ്കില്ല് MS ഓഫീസും ഓർഡിനോ, റാസ്പെറി പൈ ഒക്കെ ഉള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഒരു വേക്കൻസി വരുന്നത് കമ്പ്യൂട്ടർ ലാബ് ഇൻചാർജ് ആണ്. BTech, MTech, MCA, DCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3+ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് വേണം. അവിടെ ലിനക്സും വിൻഡോസിലൊക്കെ ഉള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ഡോക്കർ, ജിറ്റ്, ജുപ്പിറ്റർ, അനക്കൊണ്ട AI മെഷീൻ ടൂൾസ് അല്ലെങ്കിൽ ക്ലൗഡിൽ തന്നെ AWS, Azure, GCP ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇതാണ് ഇത്രയും വേക്കൻസിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി കണ്ടറിൽ വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ മെയിൽ വഴിയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു വേക്കൻസിയിലോട്ട് പോവാം. യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോഗ്രഫിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് വേക്കൻസിയാണ് വരുന്നത്. റിസർച്ച് അസിസ്റ്റന്റും അതേപോലെ തന്നെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ വേക്കൻസിയാണ്. രണ്ടും ഓരോ വേക്കൻസി വീതമാണ് വരുന്നത്. റിസർച്ച് അസിസ്റ്റന്റിന്റെ മന്ത്ലി റെമ്യൂണറേഷൻ പറയുന്നത് 37,000 ആണ് പെർ മന്ത്. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് സോഷ്യൽ സയൻസ് ഡിസിപ്ലിനിൽ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അവർ പറയുന്നത്. മിനിമം 55% മാർക്ക് വേണം. അതേപോലെ തന്നെ നെറ്റോ, MPhil, PhD ഒക്കെ ഉള്ളവരെയാണ് അവരെന്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു വേക്കൻസി മന്ത്ലി റെമ്യൂണറേഷൻ 20,000 ആണ്. ഇതേപോലെ തന്നെ സോഷ്യൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മിനിമം 55% മാർക്ക് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റ് വരുന്നത്. ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആണ്. റിസർവേഷൻ പോളിസി ആസ് പെർ ദ സെൻട്രൽ ഗവൺമെന്റ് നോംസ് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇവരുടെ നമ്മുടെ CV എന്ത് ചെയ്യണം, ഇവരുടെ അപ്ലിക്കേഷൻ ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ അവർ പറയുന്നുണ്ട് അയച്ചു കൊടുക്കേണ്ട മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വിത്തിൻ 15 days നമ്മൾ അപ്ലൈ ആണ് വേണ്ടത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് മുതലുള്ള 15 days നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം. അതിന്റെ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ CV ഇതിൽ അപ്ലിക്കേഷൻ ഫോം നമ്മൾ കാണിച്ചു തരും. അതും അതിന്റെ കൂടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ആൾ മാർക്ക് ഷീറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ നിങ്ങളുടെ റിസർച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന് അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇവർക്ക് മെയിൽ അയക്കാൻ. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവർ ഇമെയിൽ വഴി നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത് ഫിൽ ചെയ്യാം, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം.
അപ്പോൾ റിസർച്ച് അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടും ഫീൽഡ് അസിസ്റ്റൻ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഒക്കെ ആയിട്ട് ജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് ഇത്. എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുപോലുള്ള മറ്റുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.